ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിനെയും CPM-നും ഒന്നാകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സാബു ജേക്കബ് വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലാക്കുമെന്ന് പറഞ്ഞ ശേഷം പോലീസിന്റെ ശല്യമില്ലെന്നും വീണയ്ക്കെതിരായ തെളിവുകൾ പുറത്തുവിടാൻ സമയമായിട്ടില്ലെന്നാണ് സാബു ജേക്കബ് ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അധികം വൈകാതെ കൂടുതൽ തെളിവുകളുമായി വീണയ്ക്കെതിരെ സാബു ജേക്കബ് രംഗത്ത് വരുമെന്നാണോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നേരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തി രംഗത്ത് വരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സാബു ജേക്കബ് പോയ ദിവസങ്ങളിൽ രംഗത്ത് വന്നത് എല്ലാവരും കണ്ടതാണ്. ആറ്റം ബോംബ് കയ്യിലുള്ളത് എപ്പോൾ പൊട്ടിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സാബു ജേക്കബിനോട് ചോദ്യങ്ങൾ ചോദിച്ചതും കേരളം കണ്ടതാണ്. ഇപ്പോൾ ഒരു പ്രമുഖ ചാനലിലൂടെ സാബു ജേക്കബ് ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നതും പൊതുപരിപാടികളിൽ സാബു ജേക്കബ് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ്. 2020 പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ പട്ടിമറ്റം, മഴവന്നൂർ, ഐക്കരനാട് എന്നീ സ്ഥലങ്ങളിൽ നടന്നു. മാർച്ച് 20 ബുധനാഴ്ച വൈകിട്ട് 5 മുതൽ 8 വരെ നടന്ന കൺവെൻഷനുകളിൽ 2020 പാർട്ടി ചെയർമാൻ സാബു ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി കൊള്ളയടിച്ച് കേരളത്തെ നശിപ്പിക്കുന്നതും സാധാരണക്കാരുടെ നിസ്സഹായാവസ്ഥ കണ്ടും മനം തകർന്നാണ് 2020 പാർട്ടി ആരംഭിച്ചതെന്നാണ് സാബു ജേക്കബ് പറയുന്നത്. ജനങ്ങളുടെ നന്മയും നാടിന്റെ സമഗ്രമായ വികസനവും മാത്രമാണ് 2020യുടെ ഏക ലക്ഷ്യമെന്നും 2020യെ വിശ്വസിച്ച് അധികാരം ഏൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്ന പക്ഷം ഭക്ഷ്യസുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ മകളെയും ജയിലിലാക്കുമെന്ന് പറഞ്ഞ ശേഷം പോലീസ് ശല്യമില്ലെന്നും വീണയ്ക്കെതിരായ തെളിവുകൾ പുറത്തുവിടാൻ സമയമായിട്ടില്ലെന്നുമാണ് സാബു ജേക്കബ് പ്രമുഖ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അധികം വൈകാതെ കൂടുതൽ തെളിവുകൾ സാബു ജേക്കബ് പുറത്തുവിടുമെന്ന് വ്യക്തം.